നിങ്ങൾ തേനീച്ചയെ കണ്ടിട്ടില്ലേ? എന്തൊരു മധുരമാണ് തേന് കുടിക്കാൻ. നല്ല മനോഹരമായ ഒരു ജീവിത ശൈലിയാണ് തേനീച്ചക്കുള്ളത്. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. അതിൻ്റെ കൂട് വളരെ മനോഹരമായ രീതിയിലാണ് അത് സൃഷ്ടിച്ചെടുക്കുന്നത്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്നുകൊണ്ട് ഔഷധ ഗുണമുള്ളതായ തേൻ അത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുകയാണ്. വിദഗ്ധരായ എഞ്ചിനീയർമാർ പോലും അതിൽ അത്ഭുതപ്പെടുകയാണ്. തേനീച്ചക്ക് വഴിതെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് വഴികൾ മാറിപ്പോകാതെ കൃത്യമായ രീതിയിൽ അതിലേക്ക് സഞ്ചരിക്കാനുള്ളതായ കഴിവ് ഉണ്ട്. പൂക്കൾ വിടരുന്നതായ സമയം, അതേപോലെ തന്നെ പൂക്കൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള സ്ഥലം കൃത്യമായി വളരെ സുലഭമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് തേനീച്ച എന്നുള്ളത്. ആ തേനീച്ചയുടെ കൂട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭരണകൂടമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടു കൂടെ ഒരു താമസിക്കുന്ന ജീവിക്കുന്ന ഒരു ജീവിയാണ് തേനീച്ച എന്നുള്ളത്. ഈ കൊച്ചു ജീവിക്ക് ഈ കഴിവെല്ലാം എങ്ങനെയാണ്, ആരാണ് നൽകിയത്? അല്ലാഹു തആലയാണ് ആ കഴിവ് നൽകിയിരിക്കുന്നത്. അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ പറയുകയാണ്, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചക്ക് സന്ദേശം നൽകി, നീ മലമുകളിൽ കൂടുണ്ടാക്കുക, അതേപോലെ തന്നെ മരങ്ങളിലും അവ നിർമ്മിക്കുന്നതിലും കൂടുകെട്ടുക, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക, നിന്റെ നാദം നിനക്ക് കീഴ്പ്പെടുത്തിയത് വഴിയിൽ നീ സഞ്ചരിക്കുക. തേനീച്ചയുടെ വയറ്റിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുകയാണ്. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ലോകത്ത് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മെഡിസിൻ, ആരോഗ്യപരമായ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് തേനീച്ച എന്നുള്ളത്, തേനീച്ചയുടെ തേൻ എന്നുള്ളത്. തേനീച്ചയെ പോലെ തന്നെ മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെയുണ്ട്. മറ്റുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ഈച്ചകളെ നമ്മൾക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ജീവികളുണ്ട്, സമുദ്രത്തിൽ വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളുണ്ട്. ഇവകളെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയും ആകാശവും ഇതിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹു തആല സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മളുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. മനുഷ്യരായ നമ്മളുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെയുള്ള മുഴുവൻ സംഗതികളും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യരെ എത്രത്തോളം അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യരായ നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നമ്മളുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സകലവും അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. മഴയുടെ സമയത്ത് മഴ നൽകുന്നുണ്ട്, വെയിലിന്റെ സമയത്ത് നല്ല വെയിൽ നൽകുന്നുണ്ട്, തണുപ്പിന്റെ സമയത്ത് തണുപ്പ് നൽകുന്നുണ്ട്. അതേ സമയത്ത് നമ്മളുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനു വേണ്ടി ധാന്യങ്ങൾ ഉണ്ടാകേണ്ടതായ സമയങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതായ സമയത്ത് കഴിക്കുന്നതായ മത്സ്യങ്ങൾ സമുദ്രത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് രോഗമുണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ ശമനമായ രീതിയിലുള്ളതായ തേനീച്ചയെ പോലത്തതായ തേനീച്ചയും അതിൻ്റെ തേനുകളും മരുന്നായി ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും അല്ലാഹു തആല മനുഷ്യരായ നമ്മളുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഭൂമി ലോകത്തുള്ള മുഴുവനത്തിനെയും സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.